വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ നൗൺ ക്ലോസും അഡ്ജക്റ്റീവ് ക്ലോസും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പോകുന്നു. ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ രണ്ട് ക്ലോസിനെയും ഒന്നും കൂടി നല്ല രീതിയിൽ അത് വേഗം ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ കഴിയും. അപ്പോൾ എന്താണ് നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ നൗൺ ക്ലോസ് ആൻഡ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്നതാണ് ഈ വീഡിയോ. എക്സാമ്പിൾസ്: where he was born. ഇതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഡിപ്പെൻഡന്റ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ് സെന്റൻസ് അല്ല. ഒരു ഡിപ്പെൻഡന്റ് ക്ലോസിന് കംപ്ലീറ്റ് സെന്റൻസ് ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ കൂടെ ഒരു മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിനെയും കൂടി ചേർക്കണം, സ്യൂട്ടബിൾ ആയിട്ടുള്ള. അപ്പോൾ അതൊരു സെന്റൻസ് ആവും. ഇതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഇതിനെ നമ്മൾക്ക് സെന്റൻസിലൂടെ മാറ്റാം. We don't know where he was born. ഞങ്ങൾക്കറിയില്ല അവൻ എവിടെയാണ് ജനിച്ചതെന്ന്. We don't know where he was born എന്ന് പറയുന്ന ഈ സെന്റൻസ്, അതിൽ where he was born എന്ന് പറയുന്നത് ക്ലോസ് ആണ്, ഡിപ്പെൻഡന്റ് ക്ലോസ് ആകുന്നു. മെയിൻ ക്ലോസ് we don't know എന്നുള്ളതാണ്. പക്ഷേ ഈ ഡിപ്പെൻഡന്റ് ക്ലോസ് ഇവിടെ നൗൺ ക്ലോസ് ആകുന്നു, കാരണം അതൊരു നൗണിന്റെ പ്രവൃത്തി ചെയ്യുന്നു. We don't know what? എന്താ നമുക്കറിയാത്തത്? അവൻ എവിടെയാ ജനിച്ചതെന്ന്. അത് ഒബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് നൗൺ ക്ലോസ് ആകുന്നു. We don't know the place where he was born. ഇവിടെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് ആ സ്ഥലം അറിയില്ല. We don't know the place. We don't know what? The place. ഞങ്ങൾക്ക് എന്താ അറിയാത്തത്? ആ പ്ലേസ്, ആ സ്ഥലം അറിയില്ല. അപ്പൊ അവിടെ ഒബ്ജക്റ്റ് ദ പ്ലേസ് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഡിപ്പെൻഡന്റ് ക്ലോസ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആകുന്നു. കാരണം അത് ആ പ്ലേസ് എന്നുള്ള നൗണിനെ കുറിച്ചുള്ള വിവരം നമുക്ക് തരുന്നു. വി ഡോണ്ട് നോ ദ പ്ലേസ്. ആ പ്ലേസ് ഏത് പ്ലേസ് ആണെന്നാണ് പറയുന്നത്? വേർ ഹി വാസ് ബോൺ. അവൻ ജനിച്ച സ്ഥലം ഞങ്ങൾക്കറിയില്ല. ഇത് അഡ്ജക്റ്റീവ് ക്ലോസ് ആകുന്നു. അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡന്റ് ക്ലോസിനെ സെന്റൻസിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഏതാണ് നൗൺ ക്ലോസ് ആണോ അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കുക. അഡ്ജക്റ്റീവ് ക്ലോസ് ആണെങ്കിൽ അതിനെ പ്ലേസ് കഴിഞ്ഞിട്ടാണ് അഡ്ജക്റ്റീവ് ക്ലോസ് തുടങ്ങുന്നത് എന്ന് ഓർമ്മിക്കുക. അത് ഏതിനെയാണോ മോഡിഫൈ ചെയ്യുന്നത് ആ നൗൺ അതിന് തൊട്ട് മുമ്പുണ്ടാവും, അതിനുശേഷമാണ് അഡ്ജക്റ്റീവ് ക്ലോസ് ആരംഭിക്കുന്നത്. എന്നാൽ നൗൺ ക്ലോസിൽ അങ്ങനെയല്ല, അവിടെ ആന്റിസിഡന്റ് ഉണ്ടാവില്ല. വി ഡോണ്ട് നോ വേർ ഹി വാസ് ബോൺ, അതൊരു ഒബ്ജക്റ്റിന്റെ റോള് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് നൗൺ ആകുന്നു. അപ്പൊ ഇതൊന്നും നല്ല രീതിയിൽ ഒന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈസിയാണ് അഡ്ജക്റ്റീവ് ക്ലോസും നൗൺ ക്ലോസ് എല്ലാം. റിക്വസ്റ്റ്, മൈ റിക്വസ്റ്റ് ടു യു, പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ, ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. എക്സാമ്പിൾസ്: when the train will arrive. ഇതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. അപ്പൊ ഇതിനെ സെന്റൻസുകളിൽ നമുക്ക് ഉപയോഗിക്കാം. Can you tell me when the train will arrive? ഇതൊരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്, അതായത് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ആ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ഉപയോഗിച്ചിരിക്കുന്നത് can you tell me when the train will arrive എന്നുള്ള ഈ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ഈ സെന്റൻസിൽ നൗൺ ക്ലോസ് ആകുന്നു. കാരണം എന്താണ് പറയേണ്ടത്? നീ എന്നോട് പറയുമോ? നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ? എന്ത്? വാട്ട്? when the train will arrive. അപ്പൊ ഇവിടെ ഈ സെന്റൻസിൽ ഇത് നൗണിന്റെ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ഇത് നൗൺ ക്ലോസ് ആകുന്നു. എന്നാൽ വുഡ് യു ടെൽ മീ ദ ടൈം എന്ന് മാറ്റിക്കഴിഞ്ഞാൽ വുഡ് യു ടെൽ മീ ദ ടൈം, ആ ടൈം എന്നുള്ളത് അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് അഡ്ജക്റ്റീവ് ക്ലോസ് ആകുന്നു. when you tell me the time, നിനക്ക് എന്നോട് സമയം പറയാൻ പറ്റുമോ? ഏത് സമയം? when the train will arrive, എപ്പോഴാണ് ട്രെയിൻ വരിക എന്നുള്ള ആ സമയം എന്നോട് പറയാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അപ്പൊ അവിടെ സമയം, ആ ടൈം എന്നുള്ള നൗണിനെ കുറിച്ചുള്ള ഒരു വിവരമാണ് ആ ഒരു ക്ലോസ് തരുന്നത്, അതുകൊണ്ട് തന്നെ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആകുന്നു. എന്നാൽ can you tell me when the train will arrive എന്നുള്ളതിൽ അവിടെ നൗണിനെ വിശേഷിപ്പിക്കുകയല്ല, അതൊരു ഒബ്ജക്റ്റ് ആണ് അവിടെ.
ഒബ്ജക്റ്റ് ആയിട്ടും സബ്ജക്റ്റ് ആയിട്ടും കോംപ്ലിമെന്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കപ്പെടുന്നത് നൗണുകളാണ്. നൗൺ എന്ന് വെച്ചാൽ എന്താ? നെയിം ഓഫ് എ പ്ലേസ്, പേഴ്സൺ, തിങ്, ഐഡിയ, എവറിഥിങ്, നെയിം ഓഫ് എവറിഥിങ്. അപ്പൊ ഇവിടെ ക്യാൻ യു ടെൽ മീ വെൻ ദ ട്രെയിൻ വിൽ അറൈവ് എന്നുള്ള സെന്റൻസിൽ അത് നൗൺ ക്ലോസും, വുഡ് യു ടെൽ മീ ദ ടൈം വെൻ ദ ട്രെയിൻ വിൽ അറൈവ് എന്നുള്ള ഇന്ററോഗേറ്റീവ് സെന്റൻസിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസിന്റെ പ്രവർത്തനവും ചെയ്യുന്നു. എക്സാമ്പിൾസ്: ഹു വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ? ഇന്നലെ ആരായിരുന്നു ആബ്സെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഡിപെൻഡന്റ് ക്ലോസിനെ ഹു വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു ഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഇതൊരു സെന്റൻസ് അല്ല. പക്ഷെ ഇതിന് സെന്റൻസ് നമുക്ക് ഉപയോഗിക്കാം. ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിന്റെ കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റാം. ഐ നോ ഹു വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ. എനിക്കറിയാം. ഐ നോ. ഐ നോ വാട്ട്? ഹു വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ. ഇന്നലെ ആരായിരുന്നു ആബ്സെന്റ് എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഈ ഒരു സെന്റൻസിൽ ആ ഡിപെൻഡന്റ് ക്ലോസ് നൗൺ ക്ലോസ് ആകുന്നു. കാരണം ഐ നോ വാട്ട്, ഹു വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ ഒബ്ജക്റ്റ് ആണത്. ആ ക്ലോസ് അവിടെ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ റോളാണ്. അതുകൊണ്ട് തന്നെ അത് നൗൺ ക്ലോസ് ആകുന്നു. ഐ നോ ദ ഗേൾ ഹു വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ. ഈ സെന്റൻസിൽ ഡിപെൻഡന്റ് ക്ലോസ് ആയ ഹു വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ എന്നുള്ള പാർട്ട് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. എന്തുകൊണ്ടത് അഡ്ജക്റ്റീവ് ആയി? കാരണം അത് വിശേഷിപ്പിക്കുന്നത് ദ ഗേൾ എന്ന നൗണിനെയാണ്. ഏത് ഗേൾ ആണ് എന്ന് പറഞ്ഞു തരാണ്. ഐ നോ ദ ഗേൾ ഹു വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ. എനിക്കറിയാം ആ പെൺകുട്ടിയെ, ഇന്നലെ ആബ്സെന്റ് ആയ ആ പെൺകുട്ടിയെ എനിക്കറിയാം. ഐ നോ ദ ഗേൾ ഹു വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ. ഈ സെന്റൻസിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആകുന്നു. എന്നാൽ ഐ നോ ഹു വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ എന്ന സെന്റൻസിൽ അത് നൗൺ ക്ലോസ് ആകുന്നു. അപ്പൊ വ്യക്തമായിട്ട് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഒരു ഡിപെൻഡന്റ് ക്ലോസിനെ ഒരു സെന്റൻസിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് നൗൺ ക്ലോസ് ആണോ, അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ, അഡ്വർബ് ക്ലോസ് ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഐ നോ ഹു വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ നൗൺ ക്ലോസ്. ഐ നോ ദ ഗേൾ ഹു വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവ് ക്ലോസ്. അത് അഡ്ജക്റ്റീവിന്റെ റോൾ ചെയ്യുന്നു. ഇറ്റ് മോഡിഫൈസ് ദ ഗേൾ, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഗേൾ. ഐ നോ വെർ യു ലിവ്. എനിക്കറിയാം നീ എവിടെയാണ് താമസിക്കുന്നതെന്ന്. ഐ നോ വെർ യു ലിവ്. ഐ നോ വാട്ട്? വെർ യു ലിവ്. അത് ഒബ്ജക്റ്റിന്റെ പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് അത് നൗൺ ക്ലോസ് ആകുന്നു. ഐ നോ ദ സ്ട്രീറ്റ് വെർ യു ലിവ്. എനിക്ക് ആ സ്ട്രീറ്റ് അറിയാം. ആ സ്ട്രീറ്റിനെ കുറിച്ചുള്ള ഒരു ഡെസ്ക്രിപ്ഷൻ ഉണ്ട്. ആ അഡ്ജക്റ്റീവ് ക്ലോസ് തരുന്നു. വെർ യു ലിവ്. നീ താമസിക്കുന്ന ആ സ്ട്രീറ്റ് എനിക്കറിയാം. അവിടെ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. എന്നാൽ ഐ നോ വെർ യു ലിവ് എന്ന് പറയുമ്പോൾ അത് നൗൺ ക്ലോസ് ആണ്. അപ്പൊ ആ മെയിൻ ക്ലോസിൽ ആ ഒരു നൗൺ ഉണ്ടെങ്കിൽ അതിനെ പറയുന്നത് ആന്റിസീഡന്റ് എന്നാണ്. അങ്ങനെ ആന്റിസീഡന്റ് ഉണ്ടെങ്കിൽ ആ അതിന് ചേർന്ന് വരുന്ന ക്ലോസ് എപ്പോഴും അഡ്ജക്റ്റീവ് ആയിരിക്കും. ആന്റിസീഡന്റ് ഇല്ലെങ്കിൽ അത് നൗൺ ക്ലോസും ആയിരിക്കും. ഐ നോ ദ സ്ട്രീറ്റ് എന്നുണ്ട്. എന്നാൽ ഐ നോ ഫസ്റ്റിൽ എങ്ങനെയാണ്? ഐ നോ വെർ യു ലിവ്, അത് നൗൺ ക്ലോസ്. എന്നാൽ ഐ നോ ദ സ്ട്രീറ്റ് വെർ യു ലിവ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ക്ലോസ്. ഇനി ഐ ഡോണ്ട് നോ എന്നും പറയാം. ഐ ഡോണ്ട് നോ വെർ യു ലിവ്. നീ എവിടെ ഇരിക്കണമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ദ സ്ട്രീറ്റ് വെർ യു ലിവ്. നീ എവിടെയാണ്, ഏത് സ്ട്രീറ്റിലാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് സെന്റൻസ് നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ എഴുതി മനസ്സിലാക്കുക.